സത്യത്തിൽ കേരളത്തിൽ നിലവിലുള്ള BJP വോട്ടിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 20% അല്ല, അതിനേക്കാൾ വളരെ കൂടുതലാണ്. 30% മിനിമം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ബാക്കി 10% വോട്ട് ചെയ്യില്ല. അവർ ഈ ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്. ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വോട്ട് ചെയ്യാൻ, പക്ഷേ അവർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അത് വോക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. BJP ഐഡിയോളജിയൊക്കെ എടുത്തതിന് ശേഷം പക്ഷേ വോക്കലായിട്ട് നമുക്ക് ഭരണമാറ്റമാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, വൺസ് അസംബ്ലിയിൽ ഒരു 3-4 സീറ്റ് ഇവർക്ക് കിട്ടിയാൽ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവർക്ക് വോട്ട് ചെയ്താൽ എൻ്റെ വോട്ട് വേസ്റ്റ് ആവില്ല, ആ ചിന്തയോടുകൂടി പിന്നീട് ഇവർക്ക് വോട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യും. അത് പിന്നീട് ഒരു 2-3 ലക്ഷം കഴിയുമ്പോഴത്തേക്ക് സിഗ്നിഫിക്കൻറ്റ് സൈസിലേക്ക് വരും. കേരളത്തിൽ BJP ഒരു 10-15 സീറ്റ് പിടിക്കുന്ന സാഹചര്യം ആലോചിച്ച് നോക്കും. തൂക്ക് സഭ എന്ന രീതിയിലത്തേക്ക് പോലും പോകും. എന്നുവെച്ചാൽ BJP ഒറിജിനൽ പൊട്ടൻഷ്യൽ ഈ 72 സീറ്റ് കിട്ടുക എന്നുള്ളതല്ല. ഭരണം ഡിസൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ BJP സത്യത്തിൽ ഒരു 15 സീറ്റ് പിടിച്ചാൽ മതി. ആ 15 സീറ്റ് പിടിക്കുന്ന സമയത്ത് വേറൊരാളുടെ ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ള ഒരു വിക്ടറി ഇല്ല എങ്കിൽ കേരളത്തിലൊരു തൂക്ക് സഭയിലേക്ക് പോകും.